നീ എന്തറിയും, നീ എന്തറിയും, നീല താരമേ വാസന്ത വാനത്തെ നീ ചിരിക്കും, നീ എന്തറിയും. മണ്ണിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവന്റെ നെഞ്ചിലെഴും നോവറിയാമോ, പൂപോലെ പുഞ്ചിരിക്കും താരേ നീ പോയി വിൽപ്പതെത്ര ദൂരെ. ഗസലിൻ്റെ ഡിക്ഷൻ എങ്ങനെയാണ് മാഷ് ഉപയോഗിച്ചത് എന്ന് പറയാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഗസൽ എന്ന് പറയുന്നത് ഒരു പോയട്രിയാണ്, ഒരു പോയട്രിയുടെ, അതായത് ഒരു കവിതാ ശാഖയാണത്. ഉറുദു കവിതാ ശാഖയാണ്. മലയാളത്തിൽ ഗസൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അതിൻ്റെ അർത്ഥത്തിൽ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മലയാള ഭാഷയുടെ ഒരു ജന്മസ്വഭാവം ഗസൽ പോലെയുള്ള ഒരു ഉറുദു കാവ്യ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പം നമ്മുടെ ഗാഥാ പ്രസ്ഥാനം കൊണ്ടുപോയിട്ട് ഉറുദുവിൽ എഴുതണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പരിപക്വതയോടുകൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മിന്നാമിനുങ്ങ് എന്ന സിനിമയിൽ, ബാബുരാജിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അതിൽ 2 പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ഭാസ്കരൻ മാഷ് ഗസലിൻ്റെ ഡിക്ഷനിലാണ്. ഒന്ന് എന്തിനു കവിളിൽ ബാഷ്പധാര, മറ്റൊന്ന് നീ എന്തറിയുന്നു നീലത്താരമേ. ഇതിൻ്റെ വാക്കുകളുടെ ഒരു വിന്യാസം നിങ്ങളെടുത്ത് പരിശോധിക്കുക. അത് തികച്ചും ഒരു ഗസലുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഗസലിൻ്റെ വലിയൊരു പ്രത്യേകത പ്രണയമായാലും വിരഹമായാലും വേദാന്തമായാലും പ്രകൃതിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ദൃഷ്ടാന്ത മാതൃകയിൽ ബിംബപ്രതിബിംബമാക്കി പറയുന്ന ഒരു രീതി ഗസലിലുണ്ട്. അതൊരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ളത് ഭാസ്കരൻ മാഷാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മണ്ണിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവൻ്റെ നെഞ്ചിലെഴും നോവറിയാമോ, ആകാശത്തു നിന്നിരിക്കുന്ന താരമേ നീ എന്തറിയുന്നു എന്നാണ് പാട്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരിൽ ഒരാളായ കോഴിക്കോട് അബ്ദുൽ ഖാദറാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. നീ എന്തറിയും, നീ എന്തറിയും, നീല താരമേ വാസന്ത വാനത്തെ നീ ചിരിക്കും, നീ എന്തറിയും. മണ്ണിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവന്റെ നെഞ്ചിലെഴും നോവറിയാമോ, പൂപോലെ പുഞ്ചിരിക്കും താരേ നീ പോയി വിൽപ്പതെത്ര ദൂരെ. ഇത് പക്ക ഗസലിൻ്റെ ഡിക്ഷനാണ്, ഗസലിൻ്റെ കമ്പോസിങ് സ്റ്റൈലാണ്. ചോട്ട ഖയാലിൻ്റെ ഒരു സ്റ്റൈലിലാണ് സാധാരണ ഗസൽ കമ്പോസ് ചെയ്യുക. ഇനി നമുക്ക് മലയാളത്തിലെ ഒരു എണ്ണം പറയാൻ എങ്കിലും ആദ്യത്തെ ഒരു 100 പ്രണയഗാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏതു സ്ഥാനത്ത് നിർത്തണം എന്ന് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ സന്തോഷ് കുമാർ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ നീ ഒരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്ന് വിളിച്ചിരുന്നു. ഇന്നലെ നീ ഒരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്ന് ഒളിച്ചിരുന്നു എന്നുള്ളത് പൊന്നോടക്കുഴലിൽ വന്ന് ഒളിച്ചിരിക്കുന്ന
രാഗം എന്നുള്ളത് രാഗത്തിനപ്പുറം അനുരാഗമാണ്. എൻ്റെ വിരലുകൾ കൊണ്ട് തലോടിയപ്പോൾ നീ അതിമനോഹരമായ ഒരു ഗാനമായി തീർന്നു എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിനെ കവിതയിൽ നിന്ന് പാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന മഹാനായ സംഗീതകാരൻ തൊടുകയും എസ് ജാനകി പ്ലസ് യേശുദാസ് എന്ന് പറയുന്ന 2 പാട്ടുകാർ പാടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി തീരുന്നു. വെറുതെ ടെക്സ്റ്റ് എഴുതി വെച്ചാൽ ഒരിക്കലും നമ്മൾ സാധാരണക്കാരും തന്നെ അതിനെ ശ്രദ്ധിക്കില്ല. അത് കേവലം അല്ലെങ്കിൽ അതിന് വരുന്നത് ഒരു ആഖ്യാനം മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള വികാരങ്ങളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ചിത്രത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ആഖ്യാനം മാത്രമാണ് പാട്ടിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഒരു വ്യാഖ്യാനമാക്കി തീർക്കുന്നത് സംഗീത സംവിധായകനാണ്, സംഗീത സംവിധായകൻ്റെ പ്രതിഭയാണ്. അങ്ങനെ മഹാപ്രതിഭാശാലികളായിട്ടുള്ള 4 സംഗീത സംവിധായകന്മാർക്കാണ് മാഷ് പാട്ട് എഴുതിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഇത് ഞാൻ പ്രധാനമായിട്ടും മലയാളത്തിലെ 4 വൻമരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ബാബുരാജ്, രാഘവൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ്. മാഷായിരിക്കും കുറവുണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. മാഷും ഭാസ്കരൻ മാഷും തമ്മിലുള്ള പാട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാബുരാജിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഗാനരചയിതാവ് ഭാസ്കരൻ മാഷാണ്. ഇനി പറയാൻ പോകുന്ന പാട്ടുകളെല്ലാം തന്നെ ഈ 4 പേരുടെ ഇടയിൽ നിൽക്കുന്നതായിരിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി വന്ന് എൻ്റെ പൊന്നോടക്കുഴലിൽ വന്ന് ഒളിച്ചിരുന്നൊരു സുന്ദര ഗാനമായപ്പോൾ മാനത്തെ മട്ടുപ്പാവിലെ താരകാനാരിമാര് ആ പാട്ടുകേട്ട് നിശ്ചലരായി നിന്നു. നിലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി എന്നാണ് പറയുന്നത്. ഈ പാട്ടിൻ്റെ മാധുര്യം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മണ്ണും വിണ്ണും ഒരുപോലെ സ്തബ്ധരായി തീർന്നു എന്ന പ്രണയത്തെക്കുറിച്ചാണ് മാഷ് പറയുന്നത്. എന്ന് മാത്രമല്ല, നീ ഇന്നലെ ഒരു വാസര സ്വപ്നത്തിൽ വന്നു കയറി എൻ്റെ മനസ്സിൽ. ഇന്നലെ നീ ഒരു വാസര സ്വപ്നത്തിൽ മറ്റൊന്നായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വന്നത് ചോദിച്ചാൽ മുന്തിരിക്കുലകൾ കൊണ്ട് അല്ലെങ്കിൽ മുന്തിരിക്കുലകളാകുന്ന പാദസരമണിഞ്ഞിട്ട് കയ്യിൽ വിശുദ്ധമായ പ്രണയത്തിൻ്റെ മുഗ്ധമായ പ്രണയത്തിൻ്റെ ഒരു പാനപാത്രവുമായിട്ടാണ് നീ വന്നത് എന്നാണ് മാഷ് പറയുന്നത്. എന്തൊരു വാങ്മയ ചിത്രമാണെന്ന് ആലോചിച്ചു. മലയാളം പോലെയുള്ള ഒരു ഭാഷയ്ക്കുള്ളിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ വളരെ കഥപ്പ് നേരത്തെ പറഞ്ഞ പ്രശ്നം സംസ്കൃതത്തിൻ്റെ വലിയ ആധിക്യമുള്ളൊരു ഭാഷയാണ്. കമ്പാരിറ്റീവ്ലി മ്യൂസിക്കൽ എന്ന് പറയുന്ന വാക്കുമായിട്ട് കൂടുതൽ ചേരാത്ത മെട്രിക്കലായിട്ട് സാധ്യമാണ്. സംഗീതത്തിൻ്റെ ഒരു മൃദുത്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരയവ് സംസ്കൃത ഭാഷയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണെന്നാണ് ഞാൻ പറയുക. ഒരുപക്ഷെ ശാസ്ത്രമംഗലം സാറ് അതിനെ എതിർക്കുന്നുണ്ടാവും. ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമകരാങ്കുലി ചുംബനദകരി പ്രേമസംഗീതമായി നീ പുറത്തു മാനത്തെ മട്ടുപ്പാവി താരകനാരിമാര ഗാനനിർജ്ജരി കേട്ടു തരിച്ചു നിന്നു നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. നോക്കുക, പ്രണയം ഒരു കീർത്തനമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സ്വാമിയുടെ ഒരു സ്കില്ല് അതാണ്. സ്വാമിയുടെ പ്രണയഗാനത്തിന് പോലും ഉള്ള ഒരു പ്രത്യേകത അത് ഒരു കീർത്തന സ്വഭാവത്തിലാണ് വരുന്നത്. സ്വാമിയുടെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അവിടെയാണ് ദേവരാജ മാഷും രാഘവ മാഷും മാറി നിൽക്കുന്നത്. അത് വേറൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതല്ലാതെ സ്വാമി താരകരൂപിണിക്ക് സംഗീതം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാവം ആർ കെ ശേഖറും ബ്രഹ്മാനന്ദനും ഒക്കെ കൂടി ചേർന്നിട്ട് അതിലത്തെ ക്ലാസിക്കൽ അംശങ്ങളെ മെല്ലെ മെല്ലെ പിഴിഞ്ഞെടുത്തിട്ട് ചെയ്യുന്നൊരു പണിയാണ്. അതാണ് അവിടെയാണ് ഈ സംഗീതകാരൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ എൻ മനോമുകുരത്തിൽ ഒരു ദിവാസ്വപ്നത്തിൽ നീ എൻ്റെ മനോമുകുരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ മലയാള സിനിമാ ഗാനത്തിൽ പറഞ്ഞിട്ടുള്ള ആൾ ഭാസ്കരൻ മാഷാണ്. സ്വപ്നത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കടവിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, സ്ഥലകാലം നഷ്ടപ്പെട്ടു പോയ ഒരു സമയത്താണ് ഞാൻ നിന്നെ കണ്ടത്. അത് എവിടെ വെച്ചിട്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. സ്വപ്നത്തിൽ മാത്രമാണ്. സ്ഥലകാലങ്ങളില്ലാത്തത് സ്വപ്നത്തിലാണ്. എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല എന്ന് പറയുമ്പോൾ സ്വപ്നം തന്നെയാണെന്ന് ഉറപ്പാകുന്നു. സ്വർണവളകളിട്ട കൈകളാൽ പൗർണമി രാത്രി എന്നെ വിളിച്ചുണർത്തി നിദ്രാസമുദ്രത്തിൽ നീരാടാനെത്തിയ സ്വപ്ന സുന്ദരി അപ്പോൾ പിണങ്ങിപ്പോയി എന്ന് എഴുതിയ ആളാണ് മാഷ്. സ്വർണവളകളിട്ട കൈകളാൽ എന്ന് ആലോചിച്ച് പോകും. നമ്മൾ നിലാവിന് കൊടുക്കുന്ന ഒരു വല്ലാത്ത വിശേഷണമാണത്. ആ സുന്ദരി, ആ സ്വപ്ന സുന്ദരി എന്താ പറയുക, സ്വർണവളകളിട്ട കൈകളാൽ പൗർണമി രാത്രി എന്നെ വിളിച്ചുണർത്തി നിദ്രാസമുദ്രത്തിൽ നീരാടാനെത്തിയ സ്വപ്ന സുന്ദരിയപ്പോൾ സ്വപ്നം പിണങ്ങിപ്പോവുകയാണ്. സ്വപ്നം എവിടെയൊക്കെയാണ് വരുന്നത്? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ആ കിനാവിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ മാഷ് പറയുന്നത്. ഈ പ്രണയത്തിൽ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാവാനുഭാവ, ആലംബന വിഭാവാനുഭാവ ഭാവസങ്കല്പത്തെക്കുറിച്ച് പറയുന്ന, നാട്യശാസ്ത്രത്തിലൊക്കെ പറയുന്ന സാധനമായിട്ടാണ് ഈ പാട്ടിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പാട്ടെടുത്ത് നമ്മൾ പറയുമ്പോൾ ഒരു ഭാഷ അറിയാവുന്ന, ഭാഷ പഠിക്കുന്ന കുട്ടികൾ, റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാണ് പാട്ടിൽ ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പാട്ട് കാലാകാലങ്ങളായിട്ട് നിൽക്കുന്നത്. ആ പാട്ടിൻ്റെ ആത്മാവിൽ തൊട്ട് ആലപിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് എൻ്റെ വിഷയമല്ല, എൻ്റെ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ കിനാവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാടിടങ്ങളിലൂടെ സ്വപ്നത്തെക്കുറിച്ച് പോകാൻ സാധിക്കും. കാരണം അത് എവിടെ പോയി നിൽക്കുന്നു എന്നറിയാൻ ഒരു പാട്ടിൽ, ഞാൻ ഈ പാട്ട് സിനിമയുടെ പേരൊന്നും പറയാൻ സമയമില്ല, അത് കുറേ സമയമെടുക്കും. നന്ദനവനിയിൽ, പ്രേമ നന്ദനവനിയിൽ പൂത്ത ചെമ്പകത്തണലിൽ ഒരു സുന്ദരനെ പണ്ടൊരിക്കൽ കണ്ടുമുട്ടി ഞാൻ, ഗാനഗന്ധർവനെ പണ്ടൊരിക്കൽ കണ്ടുമുട്ടി ഞാനെന്നാണ് പെണ്ണ് പാടുന്നത്. അത് കളിത്തോഴൻ എന്ന സിനിമയിലെയാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം ദേവരാജൻ മാഷക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പാട്ടാണ്. അതിൽ ഒരു കാര്യം പറയുന്നു. അപ്പോൾ പുരുഷൻ പറയുന്നു, പഞ്ചമി നാളിൽ, ശിശിര പഞ്ചമി നാളിൽ അവിടെയാണ് ഞാൻ കണ്ടുമുട്ടിയത് എൻ്റെ സുന്ദരിയെ, അത് വനകന്യകയെയാണ്. എങ്ങനെയാണ് ഇവിടെ തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നിടത്താണ് സ്വപ്നത്തിൻ്റെ ഒരു പ്രത്യേകത നിൽക്കുന്നത്. തുടർച്ചയായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഈ കണ്ടുമുട്ടിയത്, തിരിച്ചറിഞ്ഞത്, പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഇയാൾ തിരിച്ചറിഞ്ഞത്, പണ്ട് കണ്ട സ്വപ്നങ്ങളിൽ കണ്ടതിനാലേ കാമുകനെ കണ്ട മാത്രയിൽ എന്ന് സ്ത്രീ പറയുമ്പോൾ പുരുഷൻ പറയുന്നു, കൺമണിതൻ കൺമുനകൾ പൂമഴ പെയ്യേ ഞാൻ കണ്ടറിഞ്ഞു കാമിനിയെ കണ്ട മാത്രയിൽ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പണ്ടു കണ്ട സ്വപ്നങ്ങളെ കണ്ടതിനാലെ ഞാൻ കണ്ടറിഞ്ഞു കാമുകനെ കണ്ട മാത്രയിൽ, കൺമണി തൻ കൺമുനകൾ പൂമഴ പെയ്കെ ഞാൻ കണ്ടറിഞ്ഞു കാമിനിയെ കണ്ട മാത്രയിൽ. ഓ നന്ദനവനിയിൽ, പ്രേമ നന്ദനവനിയിൽ പൂത്ത ചെമ്പകത്തണലിൽ ഒരു സുന്ദരനെ പണ്ടൊരിക്കൽ കണ്ടുമുട്ടി ഞാൻ, ഗാനഗന്ധർവനെ പണ്ടൊരിക്കൽ കണ്ടുമുട്ടി ഞാൻ. എസ് ജാനകിയും എം രാജയുമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഇതൊക്കെ ഒറ്റ റെഫറൻസാണ്. ഒരു 200 പാട്ടിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുമ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലിയാണ്. കാരണം നമ്മുടെ മനസ്സിൽ അത്രയും കയറി പറ്റിയ പാട്ടുകളും
പാട്ടിലെ ജീവിതവുമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞു 2 പാട്ടിനെ കുറിച്ച്, ഇങ്ങനെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് മാഷ്ക്കുള്ളത്. അപ്പോൾ നീലക്കുയിലിനെ കുറിച്ച് പറഞ്ഞു. നീലക്കുയിലിൻ്റെ പാട്ടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സന്തോഷ് കുമാറും സൂചിപ്പിച്ചു, ഗോപികൃഷ്ണനും സൂചിപ്പിച്ചു. അതിൽ നിങ്ങൾ നോക്കുക, ഈ ഭൂമിയിലെ ജീവിതവും ഭൂമിയിലെ പ്രണയവും കാമുകനും അതിനേക്കാൾ വലുതായി ഒന്നുമില്ല എന്നുള്ളത് മാഷ്ട നായികമാരുടെ ഒരു പ്രത്യേകതയാണ്. ഞാനില്ല മേപ്പോട്ട് കല്യാണച്ചക്കനുണ്ടേ, എന്തിനു നോക്കണ് ചന്ദിരാ നീ ഞങ്ങളെ. ഞാനില്ല മേപ്പോട്ട് കല്യാണച്ചക്കനുണ്ടേ. നീ നോക്കുന്നത് എന്നെ അങ്ങോട്ട് വിളിക്കാനാണോ? എങ്കിൽ ഞാനില്ല, എൻ്റെ കല്യാണച്ചക്കൻ ഇവിടെ ഉണ്ട്, എനിക്ക് അത് മതി എന്നാണ്. അത് മാഷ്ട നായികയുടെ ഒരു പ്രത്യേകതയാണ്. എങ്കിലും എന്നെ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ പണിയാം, ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോവുക. ഷാജഹാനെ പോലെ വെണ്ണക്കല്ലുകൊണ്ട് കൊട്ടാരം പണിയാനുള്ള ശേഷിയില്ലാത്തവനാണ് ഇയാൾ നേരത്തെ പറഞ്ഞു, ഞാൻ പാമരനായ പാട്ടുകാരനാണ്. തനിക്ക് കൊടുക്കാനുള്ളത് എന്തുകൊണ്ടാണ്? സ്വപ്നങ്ങൾ കൊണ്ടുള്ള ഒരു താജ്മഹലാണ്. സ്വപ്നങ്ങൾ കൊണ്ട് ഒരു വീടല്ല, താജ്മഹലാണ്. ഇതേ മാഷ് തന്നെ പുള്ളിക്കുയിലിൻ്റെ കൂടുപോലുള്ളൊരു പുല്ലാനി പുര കെട്ടി നമുക്കിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണിമാരൻ തന്നത് പൊന്നല്ല പണമല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. അത് ഉപജീവിച്ചിട്ടാണ് പിന്നെ ഗിരീഷ് കണ്ണും നട്ട് കാത്തിരുന്നിട്ട് എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ളത്. അതൊരു കുറ്റമായി പറയുകയല്ല ഞാൻ. അങ്ങനെ ഒരു മുൻഗാമി ഉള്ളത് കൊണ്ടാണ് അത്തരമൊരു പാട്ടുണ്ടായത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലേക്കാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ച് ആർക്കാ പോകാൻ പറ്റാത്തത്? അതാണ് ആലോചിക്കേണ്ടത്. അതുമല്ല, അതിൻ്റെ അടുത്ത ചരണത്തിൽ അദ്ദേഹം പറയുന്നത്, പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലവനിൽ ചന്തമെഴും ചന്ദ്രികൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി? ഞാൻ വെറും പാമരനാ പാട്ടുകാരൻ. വിളിക്കുന്നത് പൊന്തിവരും സങ്കല്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമിഴും ചന്ദ്രികതൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ. ആ പാട്ട് എഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മെട്രിക്കാണ് ഇത്രയും എളുപ്പത്തിൽ ഒരു രാഗത്തിൽ അത് ട്യൂൺ ചെയ്യാൻ ബാബുരാജിനെ പ്രാപ്തനാക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിളിക്കുന്നത് അത്രയും അമൂർത്തത പാട്ടിൽ ഉപയോഗിച്ച വേറൊരു പാട്ടെഴുത്തുകാരനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വയലാർ അമൂർത്തത ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ബിംബഘടന വേറെയാണ്, അതിനൊരു ഇമേജറി വേറെയാണ്. ഇതേ സംഗതി തന്നെ ഒരു പെണ്ണിന് തൻ്റെ പ്രിയപ്പെട്ടവനെ എന്തു വിളിക്കണം എന്നറിയാൻ കൺഫ്യൂഷനുള്ളൊരു പാട്ടുണ്ട്. എൻ പ്രാണനായകനെ എന്തു വിളിക്കും എന്നൊരു പാട്ട്. മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കെ ഞാൻ എന്തു വിളിക്കും എന്നും ഓരോ തുടിപ്പിലും എൻ്റെ ഈ മാനസമാ പേര് ജപിക്കുന്നുണ്ടെങ്കിലും തങ്കക്കിനാവിൻ്റെ സദനത്തിൽ ദേവൻ്റെ സങ്കല്പ ചിത്രമുണ്ടെങ്കിലും. ഇത് നിങ്ങൾ നോക്കണം, അതിൻ്റെ മീറ്റർ. ഓരോ തുടിപ്പിലും എൻ്റെ ഈ മാനസമാ പേര് ജപിക്കുന്നുണ്ടെങ്കിലും തങ്കക്കിനാവിൻ്റെ സദനത്തിൽ ദേവൻ്റെ സങ്കല്പ ചിത്രമുണ്ടെങ്കിലും എൻ പ്രാണനായകനെ എന്ത് വിളിക്കും. അവസാനം അവളൊരു തീരുമാനത്തിലെത്തുകയാണ്, കളിയാക്കാൻ മറ്റാരും ഇല്ലെങ്കിൽ
കാതിൽ ഞാൻ കവിത തുളുമ്പും ഒരു പേര് വിളിക്കും. പേരെന്താണെന്ന് അപ്പോഴും പറയുന്നില്ല. കൈകൊട്ടി ചിരിക്കുവാൻ ആളുകളില്ലെങ്കിൽ, ഞാൻ കളിയാക്കാൻ മറ്റാരുമില്ലെങ്കിൽ, കാതിൽ ഞാൻ കവിത തുളുമ്പും ഒരു പേര് വിളിക്കും. കൈകൊട്ടി ചിരിക്കുവാൻ കാണികളില്ലെങ്കിൽ കഥകളി മുദ്ര കാട്ടി ഞാൻ വിളിക്കും എന്നാണ്. ആരാണ് പ്രണയത്തെക്കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. അതായത് പേര് പറയാതെ അവസാനം പേര് വിളിക്കുന്നത് കഥകളി മുദ്ര കാട്ടിയാണ്. ഒരു പക്ഷേ നളചരിതത്തിലെ ഏതെങ്കിലും മനോഹരമായ ഒരു പദമായിരിക്കും അവൾ ആടിക്കാണിക്കുന്നത്. ഇതാണ് മാഷിൻ്റെ എഴുത്ത്. അതിൽ ബാബുരാജിൻ്റെ ട്യൂൺ വരുമ്പോൾ അത് സഞ്ചരിക്കുന്ന വേറൊരു വിധാന തലമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഓരോ തുടിപ്പിലും എൻ്റെ മനസ്സം പേരു ജപിക്കുന്നുണ്ടെങ്കിലും തങ്കക്കിനാവിൻ്റെ സദനത്തിൽ ദേവൻ്റെ സങ്കൽപ്പ ചിത്രമുണ്ടെങ്കിലും, തങ്കക്കിനാവിൻ്റെ സദനത്തിൽ ദേവൻ്റെ സങ്കൽപ്പ ചിത്രമുണ്ടെങ്കിലും, സഖിയൻ പ്രാണനായകനെ എൻ നായകനെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്ത് പേരു വിളിക്കും, സഖിയൻ പ്രാണ നായകനെ എന്തു വിളിക്കും. ഇത് ഈ ട്യൂണിൽ, ഇത് ഈണത്തിൽ പൊതിയുമ്പോഴാണ് ഇത് നമ്മളെ അകത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ തലയുടെ ചുറ്റും കറങ്ങി കിടക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ ഗാനം എന്ന് പറയുന്നത്, പാട്ട് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതാണ്. അത് സാഹിത്യവുമല്ല ഈണവുമല്ല, രണ്ടും കൂടി ചേർന്ന ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും പറയുക, അവരൊരു ദമ്പതിമാരാണ്, എഴുതുന്നയാളും സംഗീത സംവിധായകനും. അത് ആരാണ് സ്ത്രീ ആരാണ് പുരുഷൻ എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടം പോലെ പറയാം. അതല്ലെങ്കിൽ അതൊരു വലിയ ജെൻഡർ ബൈസ് ആവും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പം ഇങ്ങനെയാണ് മാഷ്ട പാട്ട്. ഇത് പറഞ്ഞു പോയാൽ അവസാനിക്കില്ല, അത്രയുണ്ട്. ഒരു പാട്ട് ഞാൻ പറയാം, രാഘവൻ മാഷ്ട. ആ മാഷ്ടപ്പാട്ടാണ് എനിക്ക് പറയാനുള്ളത്. മാഷ്ട ഒരു പാട്ട് മധുര 17 എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കുന്നു. അമ്മയെ കാണാൻ എന്ന സിനിമയിലത്തെയാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്. സംബോധന തന്നെ മധുര 17 എന്നാണ്. നമ്മൾ മാഷ്ട ഒരു സംബോധന കേട്ടു, പ്രാണസഖി എന്നൊരു സംബോധന കേട്ടു. പ്രിയമുള്ളവളെ എന്ന് മാഷ് സംബോധന ചെയ്തിട്ടുണ്ട്. സല്യൂട്ടേഷൻ പലരും പല മാതിരിയാണ് സല്യൂട്ട് ചെയ്യുക. ചക്രവർത്തിനി എന്നാണ് വയലാർ ഒരു പെണ്ണിനെ സല്യൂട്ട് ചെയ്യുന്നത്. പ്രേമ സർവസ്വമേ എന്നാണ്. മൃണാളിനി എന്നാണ്. തമ്പി സാറ് ഇവരാരും വിളിക്കാത്തൊരു പേരാണ് വിളിച്ചത്, താരകരൂപിണി. അങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല. കാമുകിയെ താരകരൂപിണി എന്ന് വിളിച്ചിട്ടുള്ള ഒരാൾ, അതായത് നമ്മുടെ പാട്ടെഴുത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെ പലർക്കും പല മാതിരിയാണ്. അപ്പോൾ ഈ പാട്ടിൽ മധുര 17 അവളെക്കുറിച്ച് പറയുന്നത് ഹൃദയ തറവാടിൻ ഭാഗം വാങ്ങാൻ വന്നവളാണ് അവൾ. മധുര 17 ഹൃദയ തറവാടിൻ ഭാഗം വാങ്ങാൻ വന്ന മധുര 17 എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവൾ വന്ന് ചെയ്ത ഒരു അതിക്രമം എന്താണെന്ന് വെച്ചാൽ, നിധിയായ നിധിയെല്ലാം എടുത്തു, മുതലായ ഒക്കെ എടുത്തു. പക്ഷെ വേറൊരു സംഭവം ചെയ്തു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല നാളുകളായി താൻ കൂട്ടിവെച്ചിരുന്ന കനകക്കിനാക്കളും ഇവൾ കട്ടോണ്ട് പോയി എന്നാണ്. പ്രണയത്തിന് കൊടുക്കുന്ന ഒരു ടോണൽ ചേഞ്ചാണത്. ആ ചേഞ്ച് ഓഫ് ഹ്യൂ എന്നൊക്കെ നമ്മൾ പറയും പോയറ്റിക്സിൽ. അത് ഒരു സിനിമാ പാട്ടിലാണ് സാധിക്കുന്നത്. 12 വരിക്കകത്താണ് ഈ കാര്യം പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. അവിടെ ഈ സ്വാതന്ത്ര്യം, സിനിമ പാട്ടെഴുത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതമോ ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയോ അവരുടെ അപ്പോഴത്തെ ജീവിതാവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വേദനയോ സങ്കടമോ സന്തോഷമോ ഉദ്വേഗമോ എന്താണെങ്കിലും 12 വരിക്കകത്ത് പറയണം. ഒരു കഥാസ്വഭാവം അതിനുണ്ടാകണം. കഥാസ്വഭാവം ഉണ്ടാകുമ്പോഴേ പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ട്യൂണ് മാത്രമേ നിൽക്കുകയുള്ളൂ. അതാണ് പലപ്പോഴും ട്യൂണ് ഇട്ട് എഴുതുന്ന പാട്ടുകൾക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം. അത് ഒരു കുഴപ്പമായിട്ടോ അതിനെ വിമർശിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, സാധാരണ അനുഭവം വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ മധുര 17 എങ്ങനെയാണ് പോകുന്നത് നോക്കാം. മധുര 17 എന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ആ സംബോധന. മധുര 17
എൻ്റെ മധുര പതിനേഴുകാരി ഹൃദയത്തറവാടി ഭാഗത്തിനെത്തിയ മധുര പതിനേഴുകാരി മധുര പതിനേഴുകാരി എൻ്റെ മധുര പതിനേഴുകാരി നിധിയാകെ നീ എടുത്തല്ലോ മുതലാകെ നീ എടുത്തല്ലോ കലവറ തന്നിൽ കാത്തു സൂക്ഷിച്ചോർ കനകക്കിനാക്കളും നീ എടുത്തല്ലോ മധുര പതിനേഴുകാരി എൻ്റെ മധുര പതിനേഴുകാരി. ഇത് അമ്മയെ കാണാൻ ചിത്രത്തിലെ മാഷ് ചെയ്ത പാട്ടാണ് രാഘവ മാഷ്.